FMCG സെയിൽസ് പേഴ്സന്റെ ആദ്യത്തെ എ എന്ന് പറഞ്ഞാൽ അയാള് നമ്മളെന്ന കമ്പനി ഇവിടെയുണ്ട് എന്ന ബോധ്യം നമ്മുടെ ഷോപ്പുകൾക്കും കസ്റ്റമേഴ്സിനും കൊടുക്കലാണ് ആദ്യത്തെ. ഇറ്റ് ഈസ് കോൾഡ് അവയർനെസ്. പറഞ്ഞേ. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് കൃത്യമായി പറഞ്ഞു കൊടുത്ത് ആ പ്രൊഡക്റ്റിന് അപ്പീൽ ക്രിയേറ്റ് ചെയ്യുക, നമ്മുടെ പ്രൊഡക്റ്റിന്മേൽ താല്പര്യം ഉണ്ടാക്കലാണ് രണ്ടാമത്തെ. ഇറ്റ് ഈസ് കോൾഡ് അപ്പീൽ. എന്താണ്? മൂന്നാമത്തെ എ എന്ന് പറഞ്ഞാൽ ആസ്ക് ആണ്. നമ്മൾ ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ കമ്പനിയെ പറ്റി അവയർനെസ് കൊടുത്ത് പ്രൊഡക്റ്റിന് അപ്പീൽ ഉണ്ടായി കഴിയുമ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ ഷോപ്പ് കീപ്പർ നമ്മൾ തിരക്കാൻ തുടങ്ങുന്ന അവസ്ഥയാണ് ആസ്ക് എന്ന് പറയുന്ന മൂന്നാമത്തെ ലെവൽ. നാലാമത്തെ ലെവലിലാണ് ഈ ആസ്ക് ചെയ്യുമ്പോൾ നമ്മൾ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസും അതിന്റെ ഗുണങ്ങളും അതിന്റെ അഡ്വാൻറ്റേജും അതിന്റെ ബെനിഫിറ്റും ഒക്കെ പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഷോപ്പ് കീപ്പർ അതിനുള്ള ഓർഡർ തരും. അതാണ് അടുത്ത ആക്ഷൻ. ഈ ആക്ഷൻ റെഗുലറായി കറക്റ്റ് നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുകയും കറക്റ്റായിട്ട് നമ്മൾ പ്ലേസ് ചെയ്യുകയും റീപ്ലേസ് ചെയ്യുകയും റീസെല് ചെയ്യാനുള്ള സാധനങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇയാൾ നമ്മളെ പറ്റി മറ്റുള്ള ആളുകളോടുകൂടി റെക്കമെൻഡ് ചെയ്തു തുടങ്ങും. നമ്മുടെ കമ്പനിയെയും നമ്മുടെ പ്രൊഡക്റ്റിനെയും നമ്മളെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥയിലെത്തും. അതാണ് അഡ്വക്കസി. നമുക്ക് വേണ്ടി ആൾ നമ്മളെ അഡ്വക്കേറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ആൾ മറ്റുള്ളവരുടെ അടുത്ത് നമ്മളെ പ്രൊമോട്ട് ചെയ്യാണ്. ഈ 5 A's നമ്മൾ പഠിക്കണം. അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക, പ്രൊഡക്റ്റിന് അപ്പീൽ ഉണ്ടാക്കുക, കസ്റ്റമർക്ക് നമ്മുടെ അടുത്ത് ചോദിക്കാനുള്ള ആസ്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കുക, അതിലൂടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ആക്ഷൻ എടുപ്പിച്ച് ഓർഡർ എടുക്കുക, അതിനുശേഷം ആളെ ഏറ്റവും സാറ്റിസ്ഫൈഡ് ആക്കി മാറ്റിക്കൊണ്ട് അദ്ദേഹത്തിലൂടെ അഡ്വക്കസി. ഇതാണ് FMCG സെക്ടറിൽ ഒരു ഫീൽഡ് സെയിൽസ് പ്രൊഫഷണൽ പാലിക്കേണ്ട 5 A's.